കൂട്ടുക. ഇന്ന് നമുക്ക് ഉരുളൻകിഴങ്ങും പനീറും കൂടെ ഇട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടത് ഇത് കണ്ടോ, ഇത് ഞാൻ ഉരുളൻകിഴങ്ങ് 5 ഉരുളൻകിഴങ്ങ് തൊലി പൊളിച്ചത് ഞാൻ കാണിച്ചു തന്നല്ലേ. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഈ പനീർ, ഞാനിത് വെള്ളത്തിലിട്ടാണ് വെക്കുന്നത്, പനീർ മേടിച്ചുകൊണ്ട് വന്നല്ലേ. അപ്പൊ അതിന്റെ വെള്ളം പോകാനായിട്ട് ഇതിനകത്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ പൊടിച്ച് ഇതിനകത്ത് ഇടുകയാണ്. പനീർ കുറച്ച് മതി, ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഇച്ചിരി ടേസ്റ്റ് കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇടുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിത് കാണിച്ചു തരുക. ഉരുളൻകിഴങ്ങ് തന്നെ നമുക്ക് ഉണ്ടാക്കാമേ. ഇതിന് വേറെ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മല്ലിയില, ഇത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, എരിവുള്ളതാണ്. അപ്പം എരിവുള്ളത് വളരെ കുറവാണ് കിട്ടാന്. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുകയാണ്. എല്ലാം കൂടെ നമുക്കങ്ങ് മിക്സ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത്, പിന്നെ വേണ്ടത് ഉപ്പ്. ഇതൊരു ശകലം അയമോദകമാണ്, നമുക്ക് ഗ്യാസൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശകലം ഇതിനകത്തോട്ട് ഇടുക. ഇതല്ലെങ്കിൽ പൊടിച്ചതുണ്ട്, അപ്പം ഞാൻ ഇത് ഇടുന്നില്ല, പൊടിച്ചത് ഇടാം. പൊടിച്ചത് ഇതിനകത്തോട്ട് ഇടുമ്പം ജീരകവും അയമോദകവും കൂടെ പൊടിച്ചതുണ്ട്, ഒരു ശകലം. ഞാൻ അത് പൊടി ഇട്ടേ, ഞാൻ കാണിക്കാൻ പറ്റിയില്ല. ഇത് ഉപ്പാണ്. ഉപ്പ് ഇതിന് ആവശ്യാനുസരണം ഇടണം. ഞാനിപ്പം ഇട്ടിരിക്കുന്ന 1/2 സ്പൂണാണ്. അപ്പം അത് കണക്കാണോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു കായം ഇതിനകത്തോട്ട് ഇടണം. പിന്നെ ഇതാണ് മാഗി മസാല. ഞാൻ ഇത് വേണമെന്ന് നിർബന്ധമില്ല, ഇത് പക്ഷേ എൻ്റെ പിള്ളേരുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് മിക്സ് ചെയ്ത് ആട്ട കുഴയ്ക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി, വേറെ ഒന്നുമില്ല. കായവും ഞാൻ ഒരു ശകലം, ഒരു നുള്ളിട്ടാൽ മതി, ഒത്തിരി ഇടല്ല, പൊടിയാണ്. പിന്നെ ഒരു ശകലം മുളകും കൂടെ വേണമെങ്കിൽ അനുസരിച്ച് എരിവ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ശകലം മുളകും കൂടെ ഞാൻ ചേർത്ത് ഇനി ഞാനിത് അങ്ങ് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ കൈകൊണ്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതിയെ. ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഇത് ഞാൻ മിക്സ് ചെയ്തു. ഉപ്പും എല്ലാ സാധനവും കറക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെക്കുന്നതുണ്ടല്ലോ, നമുക്ക് ഇച്ചിരി വെള്ളം പോലെ ആവുകയെ. ഒത്തിരി ദിവസം പുഴുങ്ങി ഇങ്ങനെ വെച്ചിരുന്നു ഞാൻ, പക്ഷെ സ്റ്റോക്ക് ചെയ്ത് വെക്കും 1-2 ദിവസത്തേന്, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ ആട്ട എടുക്കുകയാണ്. ആട്ടം വേണ്ട ഞാൻ ഇത്രയും എടുത്തു, ഞാനൊന്ന് ഉരുട്ടി. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ആട്ടപ്പൊടിയിലിട്ട്, ഇത് കണ്ടോ, ആട്ടപ്പൊടിയിലിട്ട് ഞാനങ്ങ് മാറ്റി വെക്കുവാണ്. സൈഡിലാണ് വെക്കുന്നത്. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇതെടുത്തു. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ചെയ്യും. ഇതിനകത്തൊരു സ്പൂണ് വെച്ചു. ഇതിനെ ഇങ്ങനെ ആക്കി ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുക. ചപ്പാത്തി പാന് ഓണാക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് വെക്കുകയാണ്. കണ്ടോ, ഒത്തിരി നിറയ്ക്കല്ലേ. ഇത് ഇങ്ങനെ വെച്ചു. ഇനി ഇവിടം നമുക്ക് മൊത്തം ഇത് ബ്ലോക്ക് ചെയ്യണേ. ബ്ലോക്ക് ചെയ്തിട്ട് മൊത്തം ബ്ലോക്കായെന്ന് തോന്നിയ ഇതിനെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ അങ്ങ് എടുക്കണേ. ഇത് കണ്ടോ, ഇതെടുത്ത് ഇത് ബാക്കി നമ്മുടെ ആട്ടയ്ക്കകത്തോട്ട് വെക്കാം. ഇനി ഇതിനെ ഒന്ന് ഇത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്ത് വരുമ്പോഴേ മറു സൈഡ് പൊട്ടി വരുവേ. അപ്പൊ ഞാനിത് കയ്യിൽ വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണ്.
ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണേ. ഇത് കണ്ടോ, ഒട്ടരുതേ. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെ വരും, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഇത് വട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് നെയ്യ് പരത്തി കൊടുക്കാം. തിരിച്ചും മറിച്ചും രണ്ട് സൈഡിലും നെയ്യ് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇത് ഇച്ചിരി ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണെങ്കിൽ ലൂസ് ആവുമേ. പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.